കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. നടക്കാവ് കൗൺസിലർ അൽഫോൺസ മാത്യു പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പിന്നാലെ ആം ആദ്മി പാർട്ടിയിൽ ചേരുന്നതായും പ്രഖ്യാപിച്ചു. പാർട്ടിയായിട്ട് യാതൊരു പ്രശ്നമില്ല. UDF ആയിട്ട് നല്ല ടേംസ് തന്നെയാണ്. പക്ഷേ UDF തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ജനങ്ങളെ ചതിക്കുകയല്ലേ, അവരെ ചീറ്റ് ചെയ്യില്ലേ എന്നൊരു ബോധം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നു. അപ്പം നമുക്ക് നമ്മുടെ മനസാക്ഷിയാണ് ഏറ്റവും വലുത്. സത്യത്തിലൂടെ പോകണം എന്നാണ് നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചതും. അപ്പോൾ പിന്നെ ബെറ്റർ ഓപ്ഷൻ ആം ആദ്മി പാർട്ടി. മത്സര രംഗത്ത് തുടരും. അതിന്റെ ഉദ്ദേശമല്ലേ ഇപ്പം പുതിയൊരു ചിഹ്നം സ്വീകരിച്ചത്. മത്സര രംഗത്ത് തുടരുന്നില്ലെങ്കിൽ ചിഹ്നം സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, വീട്ടിൽ പോയിരുന്നാൽ പോരെ. മത്സര രംഗത്ത് തുടരും, ജയിച്ചിരിക്കും, കോർപ്പറേഷനിൽ എത്തിയിരിക്കും. എൻ്റെ പിന്നാലെ വീണ്ടും വരുന്നുണ്ട് അടുത്ത കൗൺസിലർമാർ. ദൃശ്യ പുതിയ അടുത്ത വിശദാംശങ്ങളുമായി. ദൃശ്യ, എന്തുകൊണ്ടാണ് ഇവർ കോൺഗ്രസ് വിടുന്നത്? സൈഫോ, ഇവർ ഈ മുന്നണി ചർച്ചകൾ അല്ലെങ്കിൽ ഈ സീറ്റ് വിഭജനത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല ഈ ഇവിടുന്ന് കോൺഗ്രസ് വിടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ 5 വർഷമായി കോൺഗ്രസിന്റെ കൗൺസിലറായി തുടരുന്നു. നടക്കാവിലെ കോൺഗ്രസ് കൗൺസിലറായിരുന്നു അൽഫോൺസ. എന്നാൽ ഈ 5 വർഷം ഭരിച്ചിട്ടും തനിക്ക് കൃത്യമായി ഈ ജനങ്ങൾക്ക് താൻ സേവനം നൽകുന്നുണ്ട്. എന്നാൽ ഈ പാർട്ടിക്ക് കൃത്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ UDFന്റെയും CPMന്റെയും ഒക്കെ കൂട്ടുഭരണമാണ് നടക്കുന്നത്. അതിനൊരു പ്രതിവിധിയായി തനിക്ക് ഇനിയും ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ആം ആദ്മിയിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അൽഫോൺസ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇത്രയും 5 വർഷം ഭരിച്ചിട്ടും കോൺഗ്രസിൽ നിന്ന് തനിക്ക് കൃത്യമായൊന്നും, അതായത് ഈ കൃത്യമായി പുരോഗതി എന്ന് പറയാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അഴിമതി ആരോപണങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ടാണ് ഇവർ രാജിവെക്കുന്നത്. ഈ പാർട്ടി ഒന്നുമില്ല എങ്കിൽ പോലും ഈ സീറ്റ് വിഭജനത്തിന്റെയോ അല്ലെങ്കിൽ സീറ്റിനെ കുറിച്ചുള്ള തർക്കങ്ങളൊന്നുമല്ല. ഈ തനിക്ക് സീറ്റ് തരാമെന്നുള്ള കാര്യത്തിൽ DCC പ്രസിഡന്റ് അടക്കം കാര്യങ്ങൾ തന്നോട് സംസാരിച്ചിരുന്നു. പക്ഷേ ഈ സീറ്റല്ല തന്റെ പ്രശ്നം. തനിക്ക് നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇനിയും കോൺഗ്രസിന്റെ കൂടെ ചേർന്നാൽ അത് താൻ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ ചതിയായിരിക്കുമെന്നാണ് അൽഫോൺസ പറയുന്നത്. സേഫു. ശരി ദൃശ്യ.